ഞങ്ങളുടെ സീനോ ഇല്ല. ഇന്റർവ്യൂവിന്റെ ബേസിലുള്ള റാങ്ക് ലിസ്റ്റ്. ഇന്റർവ്യൂ വിത്ത് റിട്ടേൺ രണ്ടിനെയും കൂടെ എക്സാം ഇനി എന്തെങ്കിലും എനിക്ക് ഫസ്റ്റത്തെ എഴുതാൻ പറ്റും. അല്ല ഡിഗ്രി കഴിഞ്ഞ വേണമെങ്കിൽ വേറെ അല്ല ഇന്റർവ്യൂ വല്ലാത്തൊരു കാത്തിരിപ്പാണല്ലോ. ഇപ്പൊ ഡെയിലി വേജ് ആയിട്ടൊരു നമ്മള് PS റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് മുൻഗണന ഇട്ടിരിക്കും. അതോടുകൂടി നമ്മുടെ കിളിഞ്ഞ പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാം. പറയുമ്പോൾ ഇതിലേക്ക് പ്രായമുള്ള എത്ര പേരവിടെ നല്ല എക്സ്പീരിയൻസ് എല്ലാ ഇന്റർവ്യൂവിനും 8 സ്കൂൾ വേണ്ട ഒരാൾ 5 സ്കൂൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മതി എക്സ്പീരിയൻസിൽ അത്രയും പേര് വരുന്നുണ്ട്. അന്നൊരു ദിവസം ചേച്ചി പോയത് എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ടോ ചേച്ചി പോയ പിന്നെ എന്റെ മനസ്സ് മാറി. കാരണം എനിക്ക് മടുത്തു ഇന്റർവ്യൂവിന് പോയിട്ട്. എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട ഇന്റർവ്യൂ പറ്റില്ല, നീ ഇതിനെ പോണം എന്ത് വേണമെങ്കിൽ പറഞ്ഞിട്ട് പോയാണ് കിട്ടിപ്പോ പോയില്ലെങ്കിൽ പന്നി ഓടങ്ങോട്ട് ചാവണ്ടേ. ഇവര് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഇട്ടില്ലേ, ഇനി ഇതിൽ അവർ റൊട്ടേഷൻ 20 ആളെ വിളിക്കണമെങ്കിൽ ഇത്ര ആൾ ST, ഇത്ര ആൾ SC, ഇത്ര ആൾ OBC, ഇത്ര ആൾ മുസ്ലിം, ഇത്ര ആൾ ജനറൽ. അതിനനുസരിച്ച് റിസർവേഷൻ കഴിക്കും. അവരിങ്ങനെ നമ്മൾ സത്യം പറഞ്ഞ അവസരം തരുന്നു. നമ്മൾ ജനറൽ നിങ്ങൾക്ക് ജോലി വേണമെന്നല്ലേ പറഞ്ഞത്? അല്ല ഞാൻ നോക്കാട്ടോ. അങ്ങനെ നമുക്ക് തരുന്നു. മെയിൻ ലിസ്റ്റ് ഉള്ളത് 1412 ഷെഡ്യൂൾ ട്രൈബ് ഒരേ ഒരാളാണ് ലിസ്റ്റിൽ. അല്ല ആ കുട്ടിക്ക് കയറി വരില്ലേ? ആ കുട്ടിക്ക് 12,000 ജോലി. 12 കിടന്ന കുട്ടിക്ക് 12,000 ജോലി. 12,000 ഇന്റർവ്യൂ ഒരു പോരി അതിന്റെ ഈ മറ്റേ
PG-ക്കുള്ള പരീക്ഷ എഴുതിയിട്ട് എൻ്റെ ഒപ്പം ഉള്ള ഒരു കുട്ടിക്ക് എനിക്ക് പിന്നെ 10-30 അപ്പൊ എന്തായാലും കിട്ടില്ല. ആ 20 സീറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ജനറലിന് 30 എവിടെയാവും വെച്ചൂടെ അങ്ങോട്ട് ദൂരെ. അപ്പൊ ഈ കുട്ടിക്ക് കിട്ടിയത് 8ാമത്തെയാണ്, ജനറലാണ്. 16ാമത്തെ ആളായിട്ട് കിട്ടി. 6 സീറ്റുള്ളത്. 10 സീറ്റ് മറിഞ്ഞിട്ട് എന്നിട്ട് കിട്ടുമോ ഉറപ്പൊന്നുമില്ല. 8 എന്തായാലും കിട്ടും. പിന്നെന്താ പേടിക്കാൻ? OBC-ക്കാർക്കും SC-ക്കാർക്കും അതെ ലിസ്റ്റിലില്ലെങ്കിൽ ഇപ്പൊ 12ാം തീയതി അടുത്ത എസ്റ്റിമിന്റെ സപ്ലിമെന്ററിയിലുള്ളൂ. വേറെ ആൾ എഴുതിയിട്ടില്ല. 24 SC-ക്കാര് ഇതൊക്കെ കഴിഞ്ഞിട്ട് 20 ആളില് 20 ആളിൽ 5 ആളെ ജനറൽ. ഇപ്പൊ ഈ വർഷം ബൾക്കായിട്ട് റിട്ടയർമെന്റ് കിട്ടുന്ന ഒരു വിശ്വാസം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഇത് ഓണാക്കി നോക്കായിരുന്നു. JK-ന്റെ അവിടെ കത്തിയെങ്കിൽ ഇവിടെ കത്തുമ്പോ നോക്കിയേ. ശരിക്കും വന്നോ? ആയിട്ടുള്ളവര് ഒന്ന് ഓണാക്കിടാ. നല്ല കത്തിയില്ലോ, നല്ല പ്രകാശത്തില് പ്രശാന്തത്തില്. ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടി നേരായിട്ട് ഇത് ചേച്ചിക്ക് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം, ഇപ്പൊ ഞാൻ എക്സാം എഴുതിയില്ലേ, ഞാൻ 2023 ഞാൻ എഴുതിയത്. ആലോചിക്കണ കാലയളവ് 25-23 ഞാൻ TTC പഠിച്ചത്. 23 ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ അപ്ലൈ ചെയ്തു. 24 ജൂണിൽ ഞാൻ എക്സാം എഴുതി. 25 മാർച്ചിൽ റാങ്ക് ലിസ്റ്റ് വന്നു. നമ്മൾക്ക് 2028 മാർച്ച് 31 വരെ ഇതിന്റെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാം 28 പരീക്ഷ. 27 അടുത്ത എക്സാം വരും. എക്സാം അപ്ലൈ ചെയ്ത് 4 കൊല്ലം കഴിഞ്ഞാൽ വളരെ നല്ല അതിനും നമുക്ക് തന്നെയല്ലേ പ്രിലിമിനറി ഇതൊക്കെ ഇല്ലേ, ചില എക്സാമിന് 2 എക്സാം ഒക്കെ